ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാസ്ത. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുത്താലോ? നമ്മൾ പല ഷേപ്പിലാണ് ഈ ഒരു പാസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഒരു അരക്കപ്പളവിൽ റവ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇളം ചൂട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കാരണം വെള്ളം കുടിക്കും റവ ഒരുപാട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുട്ട ചേർത്തിട്ടും ഈ ഒരു പാസ്ത റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ മുട്ട ഇല്ലാത്തതാണ് കാണിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഈ ഒരു ഷേപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ കൊണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടോ ചെയ്യാം. പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 സൈഡുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പാസ്തയുടെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ പല ഷേപ്പിൽ റെഡിയാക്കി എടുത്ത് കുറച്ച് വെള്ളം നല്ലപോലെ തിളച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. എങ്കിൽ പോലും നല്ല രീതിയിൽ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്ത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, തക്കാളി ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, സവാള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പാസ്ത സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പല രീതിയിലുള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചീസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.